BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF തൂക്കി എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം സംസ്ഥാനത്തെ 4 കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് UDF ഇത്തവണ മുന്നിലെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മാത്രമാണ് LDFന് തുണച്ച കോർപ്പറേഷൻ. കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ഭരണം നിലനിർത്താനായിട്ടുണ്ട്. കൊച്ചിയും UDF തിരിച്ചുപിടിച്ചു. ആകെ 76 സീറ്റുള്ള കോർപ്പറേഷനിൽ 46 നേടിയാണ് UDF കൊച്ചി പിടിച്ചത്. കൊച്ചി മേയറായി UDF ഉയർത്തിക്കാട്ടിയത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ദീപ്തി മേരി വർഗീസിനെയാണ്. കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് വിജയിച്ചുകൊണ്ടാണ് ദീപ്തി എത്തുന്നത്. മറ്റു മുന്നണികൾക്ക് മുൻപേ തന്നെ UDF കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു. തൃശൂർ UDFനെ തുണയ്ക്കുകയും ചെയ്തു. ശ്യാമള മുരളീധരൻ, ഷീന ചന്ദ്രൻ, വത്സല ബാബുരാജ്, ലാലി ജെയിംസ്, വില്ലി ജിജോ എന്നിവർ മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടർമാരിൽ സമദൂരം കുതിച്ചുകൊണ്ട് UDF ഉണ്ട്. LDFനേക്കാൾ 7 ലക്ഷം വോട്ടുകളാണ് അധികം നേടിയിട്ടുള്ളത്. അതായത് LDFനേക്കാൾ 3.5% വോട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ അധികമായി നേടിയിട്ടുള്ളത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനേക്കാൾ 5.40 ലക്ഷം വോട്ട് LDFന് ലഭിച്ചിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തവണത്തെ UDF മുന്നേറ്റം. 89.69 ലക്ഷം വോട്ടുകളാണ് UDFന് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ 79.07 ലക്ഷം വോട്ടായിരുന്നു UDFന് പെട്ടിയിലായത്. 10.62 ലക്ഷം വോട്ടുകൾ അധികം ഇത്തവണ ലഭിക്കുകയും ചെയ്തു. LDF കഴിഞ്ഞ തവണ നേടിയ 84.48 ലക്ഷം വോട്ടിൽ നിന്ന് 2.32 ലക്ഷം വോട്ട് ഇക്കുറി കുറയുകയും ചെയ്തു. 82.16 ലക്ഷം വോട്ടാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 31.65 ലക്ഷം വോട്ട് നേടിയ NDAക്ക് 32.17 ലക്ഷം വോട്ടുകളാണ് ഇത്തവണ ലഭിച്ചത്. മലപ്പുറം ജില്ലയിലാണ് UDFന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ UDFന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലാണ് LDFന് ഏറ്റവും കൂടുതൽ വോട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ LDF കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. 6 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ചത്. കണ്ണൂരിൽ 83,041 വോട്ടുകൾ ലഭിച്ചു. എറണാകുളത്ത് 1.41 ലക്ഷം വോട്ടും, കോട്ടയത്ത് 64,591, ഇടുക്കിയിൽ 63,249, കോഴിക്കോട് 58,545, കാസർഗോഡ് 58,477, പത്തനംതിട്ടയിൽ 49,305, വയനാട് 47,300 എന്നിങ്ങനെയാണ് UDFന്റെ ഭൂരിപക്ഷ കണക്ക്. കണ്ണൂരിൽ 83,041, തൃശൂരിൽ 67,714, പാലക്കാട് 65,406, തിരുവനന്തപുരത്ത് 43,137, കൊല്ലത്ത് 39,746, ആലപ്പുഴയിൽ 30,951 എന്നിങ്ങനെയാണ് LDFന്റെ ഭൂരിപക്ഷവും. NDAക്ക് 1/2 ലക്ഷത്തോളം വോട്ടുകൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ. 32.17 ലക്ഷം വോട്ടുകളാണ് NDAക്ക് ലഭിച്ചിട്ടുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.